ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിച്ചൺ ടൂർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം. ഈ ഒരു വീഡിയോ വീട് പണിയുന്നവർക്കും റിനോവേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നല്ല യൂസ്ഫുള്ളായിരിക്കും. നമ്മുടെ കിച്ചൺ ഭയങ്കര കുഞ്ഞു കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ കിച്ചൺ മുഴുവനായിട്ടും നമ്മൾ വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബീം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ് ഹാളിൽ ഒരു വാളിൽ ഇതുപോലെ വാൾ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടറിൻ്റെ താഴത്തായിട്ട് നമ്മൾ കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ലാമിനേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൗണ്ടർ നമ്മൾ ഗ്ലോസി ഫിനിഷുള്ള വുഡൻ ലാമിനേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടി വി യൂണിറ്റിലും ഈ ഒരു സെയിം ലാമിനേറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള ലാമിനേറ്റാണിത്. പിന്നെ ഇവിടെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. കൗണ്ടറിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചൺ ഷെൽഫുകളെല്ലാം വുഡൻ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു കുഞ്ഞ് യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അതിൻ്റെ ഡോറാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര കുഞ്ഞു കിച്ചണാണെന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ഏരിയയ്ക്ക് കൊടുക്കുന്ന അത്രയും സ്പേസ് മാത്രമേ നമ്മുടെ ഈ ഒരു കിച്ചണിനുള്ളൂ. ഫ്ലാറ്റുകളിലൊക്കെ പൊതുവേ ചെറിയൊരു സ്പേസ് മാത്രമേ കിച്ചണിന് വേണ്ടിയിട്ട് ഉണ്ടാവാറുള്ളൂ. കൗണ്ടറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഇതുപോലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നമുക്ക് ആകെ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിന് പിന്നിലുള്ള ഏരിയയും എല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഈ ഒരു സൈഡിലൊരു ഹാങ്ങിങ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് ഞാൻ മിക്സിയും അതിന് ജാറും വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സ്പേസിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ കുക്ക് ചെയ്ത ഫുഡ്, പിന്നെ ചപ്പാത്തി പരത്തുന്നുണ്ടെങ്കിൽ അത്, പിന്നെ വെജിറ്റബിൾ കട്ടിങ് എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ നമ്മളൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇതിൽ താഴെ ഫ്രീസർ വരുന്ന ടൈപ്പിലുള്ള ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. ഈ ഒരു വാളിൽ ഞാൻ കുറച്ച് വാൾ ഡെക്കർ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള സ്റ്റോറേജിലെല്ലാം നമ്മളധികം യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെക്കാറ്. നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് കയ്യെത്തും ദൂരത്ത് എല്ലാ സാധനങ്ങളും ഉള്ളതാണ് ഇഷ്ടം. പിന്നെ എനിക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓയിൽ ബോട്ടിൽസ് എല്ലാം വെക്കാനായിട്ട് ഒരു വുഡൻ ട്രേ വെച്ചിട്ടുണ്ട്. പിന്നെ 2 സെറാമിക് ജാറിൽ പുളിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റും സ്നാക്സ് ഇടാനായിട്ട് 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് വെജിറ്റബിൾ കട്ടിങ്ങും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ 2 ബർണറുള്ള ഒരു സ്റ്റവാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 വർഷമായി. പിന്നെ ഇവിടെ ഒരു സ്പൂൺ റെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റവ് കേട് വരാത്തതുകൊണ്ട് ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ കട്ട്ലറി ഹോൾഡർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും പിന്നെ ഒരു ട്രേയിൽ അത്യാവശ്യം എടുക്കേണ്ട കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ സെറാമിക് പ്ലേറ്റ്സ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ വേസ്റ്റ് ഇടാനുള്ള ഒരു കണ്ടെയ്നറാണ്. പിന്നെ ഞാനിത് ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ക്ലീനിങ് സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. അക്വാഗാർഡിൻ്റെ വാട്ടർ പ്യൂരിഫയർ ആണ് കേട്ടോ. പിന്നെ സിങ്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിങ്കാണ്.
ഇത് നമുക്ക് ബിൽഡർ തന്നെ പ്രൊവൈഡ് ചെയ്ത സിങ്കാണ്. നല്ല വലുപ്പമുള്ളതുകൊണ്ട് നമ്മളിത് മാറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു മസാല റാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട കുറച്ച് സ്പൈസസും പിന്നെ ടീ ഷുഗർ കണ്ടെയ്നറൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഹാർട്ട് ഷേപ്പിലുള്ള മഗ് വാങ്ങിച്ചത് മീഷോന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ. ഇനി നമുക്ക് ക്യാബിനറ്റ്സ് നോക്കാം. അപ്പോൾ ഈ മുകളിലുള്ള ക്യാബിനറ്റ്സിലെല്ലാം ഞാൻ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഓവൻ റാക്ക് നമ്മൾ ഡിസൈനറിനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഈ ഒരു വലിയ ക്യാബിനറ്റിലാണ് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ളത്. സ്പൈസ് ബോട്ടിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫേബറിൻ്റെ ചിമ്നിയാണ്. അപ്പോൾ ഇത് ഹാൻഡ് ഗസ്റ്ററുള്ള ചിമ്നിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വേവ് ചെയ്താൽ ഓണാകും. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ വേവ് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് കൂടും. ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ 2 times ചെയ്താൽ ഓഫാവും. അപ്പോൾ മോൾക്ക് ഇതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും മോളും ഇതിൽ കളിക്കാറുണ്ട് കേട്ടോ. ഇനി ഇവിടെ 2 ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മുകളിലത്തെ ക്യാബിനറ്റിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു പോർഷനിലാണ് ഞാൻ എല്ലാ പൾസസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലത്തെ ബോട്ടിൽസ് വെക്കുമ്പോൾ നമുക്ക് സ്പേസും ലാഭിക്കാം, അതിൽ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ എല്ലാ ഡോസും നമ്മൾ സോഫ്റ്റ് ക്ലോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴത്തെ ക്യാബിനറ്റ്സൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് 2 ഡോറ് വരുന്ന ക്യാബിനറ്റാണ്. അപ്പോൾ ഇതിലാണ് ചട്ടി, കലം, പാത്രങ്ങൾ എല്ലാം വെച്ചിട്ടുള്ളത്. അത് മൺപാത്രം ആയിക്കോട്ടെ, നോൺ സ്റ്റിക്ക് ആയിക്കോട്ടെ, സ്റ്റീലായിക്കോട്ടെ, എല്ലാ വലിയ പാത്രങ്ങളും ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എനിക്കിതുപോലത്തെ ചട്ടിയും പാത്രങ്ങളും ഒരുപാടുള്ളത് ഇഷ്ടമല്ല. ഇങ്ങനെ കുറച്ച് ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ചട്ടിയും പാത്രം ഒക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഡോറെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ. ഇനി നമുക്ക് 3 ടാൻഡം ഡ്രോവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡ്രോവേഴ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ കട്ട്ലറി എല്ലാം വെക്കാനുള്ള ഒരു ഏരിയ ആണ്. സ്പാച്ചുല, അരിപ്പ, സ്പൂണ്, പിന്നെ ലൈറ്റർ, ഇതെല്ലാം ഇതിനകത്ത് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് PVC ആണ്, നമുക്കിതെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഡ്രോയറിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിൽ മൊത്തം കിച്ചൺ ക്ലോത്താണ്. പിന്നെ ഒരു ട്രേയിൽ നമ്മുടെ ഗാർബേജ് ബാഗ് വെച്ചിട്ടുണ്ട്. ഗാർബേജ് ബാഗ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വിരിക്കുന്ന മാറ്റ്, പിന്നെ ഞാൻ ഓവനിൽ യൂസ് ചെയ്യുന്ന കുറേ ബൗൾസ്, മഗ് കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു ഡ്രോയറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓർഗനൈസേഴ്സ് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര കുളമായി പോവും. ഇനി ഏറ്റവും താഴത്തെ ഡ്രോയർ നല്ല വലിപ്പമുള്ള ഡ്രോയറാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ പ്ലേറ്റ്സും പിന്നെ മൂടികൾ, ഗ്ലാസ്, കപ്പ്, കുഞ്ഞു കുഞ്ഞു ബൗള് അതെല്ലാം വെക്കാറ്. ഇനി ഈ സൈഡിൽ 3 ഡോസ് ഉണ്ട്. നമ്മളിതുപോലെ ഡോസിലെല്ലാം ഇതുപോലെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികൾ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ ഒരു വലിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ഞാൻ അധികം യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് സിങ്കിൻ്റെ അടിയിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസാണ്. അവിടെയാണ് നമ്മൾ തേങ്ങ,
പിന്നെ ക്ലീനിങ് ലിക്വിഡ്, പിന്നെ ഇതുപോലൊരു ബോട്ട് ഹോൾഡർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ പാൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നൊരു മുറം, ഇതെല്ലാം ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡ് ഇത്രയും സ്റ്റോറേജ് സ്പേസാണുള്ളത്. പിന്നെ കിച്ചൺ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് സൈഡിലുള്ള ഡോറ് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ രണ്ട് ഡോറിൻ്റെ സ്പേസും പിന്നെ ഫ്രിഡ്ജിൻ്റെ സ്പേസും ഒക്കെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒക്കെ ഡിസൈൻ ചെയ്തത് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിലായിട്ട് അവൻ ഗ്ലൗസ് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ടിഷ്യൂ ഹോൾഡറിൽ ടിഷ്യൂസും വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലായിട്ട് 3 ഡോറുള്ള സ്പേസ് ഉണ്ട്. കുട്ടികൾ ഇതെല്ലാം തുറന്ന് ഇതിലെ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കലുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലൊരു ക്ലിപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ അരി, ഗോതമ്പ് പൊടി, പിന്നെ ഉഴുന്ന്, പച്ചരി, ഇഡ്ഡലി അരി, അരിപ്പൊടി ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സസ് എല്ലാം ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 6.5 ലിറ്റേഴ്സാണ് ഓരോ ബോക്സും. 149 റുപ്പീസാണ് കേട്ടോ ഒരെണ്ണത്തിന്. പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് ഞാൻ ഫുൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ പൾസസ് ഉണ്ട്, പിന്നെ സ്നാക്ക് ഐറ്റംസും എല്ലാം ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഗ്ലാസ് ബോട്ടിൽസാണ്. പിന്നെ ഈ 2 ട്രേയിൽ ഞാൻ ഫുൾ ഗ്ലാസ് ബോട്ടിൽസ് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ട്രേ ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുപോലെ ട്രേ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥാനം മാറിപ്പോവില്ല, അത് അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ കാണാനും വെറുതെ വെക്കുന്നതിനേക്കാളും ഒരു ട്രേയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇതെല്ലാം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. മുന്നത്തെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരിയും സാധനങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ഡോറുണ്ട്, അതിനകത്ത് ഇത് ഫുൾ മോൻ്റെ ബോട്ടിൽസാണ് കേട്ടോ. അവന് ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ പാരൻസ് വരുമ്പോൾ എപ്പോഴും ഇതുപോലെ ഓരോ ബോട്ടിൽസ് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും താഴത്തായിട്ട് നമ്മൾ ഗ്രോസറി പർച്ചേസിന് പോയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ പൊട്ടിക്കാത്തതും പൊട്ടിച്ചതുമായിട്ടുള്ള കുറേ ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കേട്ടോ, ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കിച്ചൺ. കുഞ്ഞു കിച്ചണാണെങ്കിലും എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് യൂട്ടിലിറ്റി ഏരിയ കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയ സ്പേസാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ, അതുപോലെ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ചിരവ, പിന്നെ ഈ ഒരു ഡസ്റ്റ്ബിന്നിലാണ് കുട്ടികളുടെ ഡയപ്പേഴ്സ് ഇടുന്നത്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ്സ് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ചിരവ വെച്ചിട്ടുണ്ട്, പിന്നെ പാത്രം കഴുകിയതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്, പേസ്റ്റ്, സോപ്പ് ഇതെല്ലാം പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാഷിംഗ് മെഷീനും ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളും ചൂല് ഇതൊക്കെ ഇവിടെയാണ് വയ്ക്കാറ്. പിന്നെ വേസ്റ്റ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണ് രാവിലെ കളയാനായിട്ട്. പിന്നെ സിലിണ്ടറിന് നമ്മൾ ഇങ്ങോട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് 2 യൂസസ് ഉണ്ട് കേട്ടോ. ഒന്ന് സേഫ്റ്റി, പിന്നെ നമുക്ക് ക്യാബിനറ്റിനകത്ത്
ഈ ഒരു 2 സിലിണ്ടർ വെച്ചാൽ ഒരുപാട് സ്പേസ് പോവും. അപ്പോൾ ആ ഒരു സ്പേസ് കൂടി ഇപ്പോൾ നമുക്ക് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഫുൾ ഗ്രില്ലിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു സ്പേസാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സ്പേസാണ്. നമുക്ക് കച്ചറയും സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇടാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കിച്ചൺ. നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ ആലോചിക്കുന്നുണ്ടാവും അവരുടെ വർക്ക് ഏരിയയുടെ അത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു കിച്ചൺ. ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിലും അത് നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.